ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഈ ആഴ്ച നിറഞ്ഞു നിൽക്കുന്ന മത്സരാർത്ഥിയാണ് നെവിൻ. നോമിനേഷനിൽ തന്റെ പേര് പറഞ്ഞതിന് പിന്നാലെ അനുമോളുടെ നേർക്ക് പക തീർക്കുന്ന നെവിനെയാണ് ഷോയിൽ കാണുന്നത്. ഇത് നെവിന് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ എവിക്ഷനിൽ നെവിൻ പുറത്താക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അനൌദ്യോഗികമായ വോട്ടിംഗ് ഫലങ്ങളിലെല്ലാം നെവിൻ ഏറ്റവും പിറകിലാണ്. ഷോയിലെ ഏറ്റവും ഫേക്കും സ്വാർത്ഥനുമായ മത്സരാർത്ഥിയാണ് നെവിൻ എന്ന് പ്രേക്ഷകരിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. മുൻ സീസണിലെ മത്സരാർത്ഥിയായ ജാൻമണിയെ തോൽപ്പിക്കുന്ന തരത്തിലാണ് നെവിൻ എന്നും ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ പ്രേക്ഷകരിൽ ഒരാൾ കുറിക്കുന്നു. ഈ സീസണിലെ ഏറ്റവും ഫേക്കായതും ഏറ്റവും മോശം സ്വഭാവത്തിനുടമയുമായ മത്സരാർത്ഥി ആരാണെന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകാൻ ഇടയില്ല. PR ഏജന്റുമാർ എത്ര ശ്രമിച്ചാലും എത്ര വെള്ളപൂശലുകളും തേച്ചുമാച്ചലുകളും നടത്തിയാലും നെവിന്റെ ഉള്ളിലുള്ള വൃത്തികെട്ട സ്വഭാവം ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും സ്വാർത്ഥനും മറ്റുള്ളവരോട് പകകൊണ്ടും പെരുമാറുന്ന വ്യക്തി എന്ന ട്രോഫി ഇതുവരെ ജാൻമണിയുടെ പേരിൽ സുരക്ഷിതമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ജാൻമണി പ്രോ മാക്സ് വേർഷനായി നെവിൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ആ ട്രോഫി സ്വന്തമാക്കി കഴിഞ്ഞു. ഇതും വെറും തോന്നലല്ല, വ്യക്തമായ കാരണങ്ങളോടെയും തെളിവുകളോടെയും അത് നമുക്ക് പരിശോധിക്കാം. ആഹാരത്തോടുള്ള അമിതമായ ആസക്തിയാൽ സ്വന്തം വയറു നിറക്കാനുള്ള ചിന്തയിലാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ ശ്രദ്ധയും. മിതമായ അളവിൽ റേഷൻ അടിസ്ഥാനത്തിൽ മാത്രം ഭക്ഷണം ലഭ്യമാക്കുന്ന ബിഗ് ബോസ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റുള്ളവരുടെ ഭക്ഷണം മോഷ്ടിച്ചു തിന്നുന്നത് അത്യന്തം നീചമായ പ്രവൃത്തിയാണ്. ആദ്യ ആഴ്ചകളിൽ ഇത് ഒരു തമാശയായി തോന്നിയേക്കാമെങ്കിലും പിന്നീട് ലക്ഷറി ബഡ്ജറ്റ് സാധനങ്ങൾ ലഭിക്കുമ്പോൾ പോലും ആരും കാണാതെ പാലും മറ്റും ആഹാരവസ്തുക്കളും ഒളിച്ചുവെച്ച് തനിക്കായി സ്റ്റോക്ക് ചെയ്യുന്നത് പ്രേക്ഷകർക്ക് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ആഹാരം മോഷ്ടിക്കുന്നതിൽ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ. കൂട്ടമായി ജീവിക്കുന്ന ഒരിടത്ത് പാലിക്കേണ്ട അടിസ്ഥാന മര്യാദകൾ, ഭക്ഷണം കഴിച്ച പാത്രം സ്വയം കഴുകുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയവ ഇദ്ദേഹം മനഃപൂർവ്വം ലംഘിക്കുന്നു. ഇതിലൂടെ മറ്റു വീട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുകയും സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കൂടാതെ താൻ ചെയ്ത തെറ്റ് പിടികൂടിയാലും അതിന് സമ്മതിക്കാതെ പച്ചക്കള്ളം പറയുന്നു. താൻ കഴിച്ച പാത്രം അടുക്കളയിൽ വൃത്തിയാക്കാതെ വെച്ചതായി തെളിവോടെ പിടിക്കപ്പെട്ടപ്പോഴും തെറ്റ് സമ്മതിക്കാതെ കള്ളം പറയുന്ന നെവിൻ പ്രേക്ഷകർക്ക് പുല്ലുവിലയാണ് നൽകുന്നത്. അതുകൂടാതെ ബിഗ് ബോസ് പോലുള്ള ഒരു മത്സരത്തിൽ മത്സരാർത്ഥികൾ പരസ്പരം നോമിനേറ്റ് ചെയ്യുന്നത് ആ ഗെയിമിന്റെ സ്വാഭാവിക ഭാഗമാണ്. അടുത്ത സുഹൃത്തുക്കൾ പോലും അവരവരുടെ തന്ത്രങ്ങൾ അനുസരിച്ച് നോമിനേഷൻ ചെയ്യാറുണ്ട്. എന്നാൽ തനിക്കെതിരെ നോമിനേറ്റ് ചെയ്യുന്ന സഹമത്സരാർത്ഥികളോട് പകയോടെ പെരുമാറുകയും അവരെ ശാരീരികമായി വരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നെവിന്റെ പെരുമാറ്റം വളരെ ആശങ്കാജനകമാണ്. ഇത്തരം സമീപനം അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയായിരിക്കുമെന്ന ചിന്ത പോലും ഭയപ്പെടുത്തുന്നതാണ്.